വന്ദേ ഭാരത് മിഷൻ അഴിമതി മുതലായ അഴിമതികൾ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പൊ ഈ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു അഴിമതിയെ കുറിച്ച് നിങ്ങളടുത്ത് പറയുക. പ്രൊഫസർ ജോസഫ് സാറിന്റെ കൈ വെട്ടിക്കളഞ്ഞ് അയാളുടെ ജോലി നഷ്ടപ്പെട്ട് അയാള് ആശുപത്രി കിടന്ന് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ രാജ്യത്ത് വലിയ തീവ്രവാദ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മാവോവാദികളുണ്ട്, ജനാധിപത്യവാദികളുണ്ട്. ഒരു മനുഷ്യരും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അന്ന് സംസാരിച്ചില്ല. അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പള്ളി അധികാരികൾ അങ്ങാർക്കെതിരെ തിരിഞ്ഞു. മതമൗലികവാദികൾ അയാൾക്കെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം പള്ളിക്കാരും കോളേജിലെ സഹപാഠികളും അദ്ദേഹത്തിനെതിരായിട്ട് നിന്നു. എവിടെ നീതി? അയാൾ ഒറ്റയ്ക്ക് പോരാടി. അയാളെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഒറ്റയ്ക്ക് പോരാടി അയാള് കോടതിയിൽ നിന്നും നീതി സമ്പാദിച്ചു. അതിന്റെ ഫലമായി അയാൾക്ക് ഈ സർവീസിൽ നിന്നും പിരിയാനുള്ള അവസാനത്തെ ദിവസം കോടതി ഉത്തരവും പ്രകാരം അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയ ആ വിധിയുടെ ആനുകൂല്യത്താൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഒറ്റയ്ക്ക് പോരാടിയ ഒരു മനുഷ്യനാണ്. ഒരു ജനാധിപത്യവാദികള്, രാഷ്ട്രീയവാദികള്, സാമൂഹ്യ പ്രവർത്തകര്, സാഹിത്യകാരന്മാര്, സിനിമാ പ്രേമക്കാര് ഒരുത്തരും അയാൾക്ക് അനുകൂലമായി വാ തുറന്നില്ലായിരുന്നു. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം ഭാര്യയ്ക്ക് പോലും അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ, രമ്യതപ്പെടാനായിട്ടും ക്ഷമിച്ച് പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല. അത്ര അത് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് നിരാശ കൊണ്ടാണ്. അദ്ദേഹത്തെ പെരുവഴിയിലിട്ട് കൈവെട്ടിക്കളഞ്ഞ് ഈ കേരള ദേശത്ത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ, നാമടക്കാൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. അയാൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അങ്ങനെ നിരാശപ്പെട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്. അത് കാണാനുള്ള മനധൈര്യം ഇല്ലാത്തതിനാൽ. പക്ഷേ നേടി ജോസഫ് സാറ് ഒറ്റയ്ക്ക്. സാഹിത്യകാരന്മാരെവിടെ? തീവ്രവാദി കമ്മ്യൂണിസ്റ്റുകാരന്മാരെവിടെ? ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരെവിടെ? ഒരുത്തനുമില്ല. ഒള്ളി പ്രൊഫസർ ജോസഫ്. അടുത്ത ഇനി ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു നടിയെ ആക്രമിച്ച്, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഈ ലൈംഗികാക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വീഡിയോ എടുത്തോണ്ട് അവന്റെ കൈ കൊടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആ വീഡിയോ കോടതി വെച്ചിരുന്നു. ആ കോടതി വെച്ചിട്ട് ജഡ്ജി അതെടുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടു നടന്നു. 3 തവണ അനധികൃതമായിട്ട് അത് തുറന്ന് അവരുടെ സ്വകാര്യത ഇതിലെ പ്രതിയായ ഒരാൾക്ക് വേണ്ടി അത് അഭിഭാഷകനെയും ആ പ്രതിയും കാട്ടിക്കൊടുത്തു. എവിടാ നീതി? നീതിയില്ല. അതിനകത്ത് സ്വകാര്യതയുടെ ലംഘനം മാത്രമല്ല, അതിനകത്ത് പറയുന്നത് അതില്ല, അത് തെളിവ് നശിപ്പിക്കലാണ് അവിടെ നടന്നിരിക്കുന്നത്. കോടതി കൂട്ടുനിന്ന്, കോടതി എവിടെ നിയമം, എവിടെ നീതി? ബലാത്സംഗം അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെന്നോ? അവരെ ഈ കലാ സംഘടന ഉണ്ടല്ലോ, അമ്മയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയൊക്കെ ഉണ്ടല്ലോ. ഈ തീവ്രവാദികൾ ആരെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇത്രയും സംസ്കാര ശൂന്യമായ ഒരു നടപടി നമ്മളെ ഈ സംസ്കാര സമ്പന്നന്മാരുടെ രാജ്യത്ത് നടന്നിട്ട് ഒരുത്തനും പ്രതികരിച്ചില്ല. കലാകാരന്മാര്, സാഹിത്യകാരന്മാര്, തീവ്രവാദ കമ്മ്യൂണിസ്റ്റുകാരന്മാര്, സഹപ്രവർത്തകർ പോലും. ഇതാ ഇവിടെ നടക്കുന്നത്. കഴിവ് കൊള്ളാൻ കാര്യക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഓട്ടിച്ചിട്ട് തല്ലി കൊല്ലും. അതിൽ നിയമമില്ല. എവിടെ നിയമം? കോടതിയിലെ സൂക്ഷിച്ചിരുന്ന ആ തൊണ്ടി മുതൽ ജഡ്ജി എടുത്ത് അവരെ വീട്ടിൽ കൊണ്ടുപോയേക്കുന്നു. എന്നിട്ട് അവർക്ക് തോന്നിയവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മളെ രാജ്യത്തുള്ളത്. അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ മേടിച്ചത് ആന്റണി രാജു. അയാള് വക്കീലായിരുന്ന തൊണ്ടി മുതൽ അയാള് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് തിരിച്ച് തൊണ്ടി മുതൽ വേറൊന്നും കൊണ്ടെന്താ ജട്ടി മാറ്റി വെച്ച ഒരു വക്കീല്, ഒരു നിയമജ്ഞൻ, അയാള് 2.5 വർഷം ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് മന്ത്രിയുടെ തോളെ കൈവിട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ തോളെ കൈവിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു.
ശ്രീരാമൻ പോകുന്നിടത്ത് ഹനുമാൻ പോകുന്ന കണക്ക് പിണറായി വിജയൻ പോകുന്ന കൂടെ കാണും. ആരാ? ആന്റണി രാജു. അങ്ങനെയുള്ള ഒരു അയാൾക്കെതിരെ എന്ത് കോടതി പറഞ്ഞിട്ടും പറയുന്നത് അത് കള്ളമാണ്. ഇപ്പൊ എന്തായാലും സർക്കാരിന് തലയ്ക്ക് വെളിവ് വീണ് ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ആന്റണി രാജുവിനെതിരായിട്ട് തിരിഞ്ഞു. നീതി കിട്ടാനായിട്ട് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങള് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരാര്? വളരെ തുച്ഛ ആളുകള്. നീതി കുഴിച്ചു മൂടാനാ നിൽക്കുന്നത് നീതിപാലകന്മാര്, ഇല്ലേ? കടയ്ക്കാവൂര് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ടായി. അമ്മ മകനെ, പ്രായപൂർത്തിയായ മകനെ പീഡിപ്പിച്ചെന്ന് പത്രത്തിൽ നിരന്തരം വന്ന വാർത്തയല്ലായിരുന്നോ? അവരതിൽ നിരപരാധിയല്ലായിരുന്നോ? പോലീസുകാരവരെ കുടുക്കി ജയിലിനകത്ത് ഇട്ടില്ലായിരുന്നോ? എവിടെ നീതി? ഏതെങ്കിലും ഒരുത്തൻ ചോദിച്ചോ ഇതെന്താണ്? എവിടാ നീതി? അതാ ഇവിടെ നടക്കുന്നത്. കേരളം എല്ലാം ഓക്കെ, സ്വാധീനവും പണവും കള്ളും ഉണ്ട്, എല്ലാം റെഡി. കോടതി ഇരിക്കുന്ന ജഡ്ജി നമ്മളെ ഈ സമീപകാലത്ത് വന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരിൽ നീതിമാനായ ഒരു മനുഷ്യനായി ഇപ്പോൾ ഇരിക്കുന്നത് DY ചന്ദ്രചൂഡ്. നീതിമാനായ ഒരു മനുഷ്യനാ. അതിനു മുമ്പിരുന്ന ഒരു മഹാകള്ളൻ. അദ്ദേഹം ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധികൾ എഴുതി പോവാന്നതിൻ്റെ അന്ന് വൈകുന്നേരത്ത് 5 മണിക്ക് 5-6 വിധി ഒന്നിച്ചങ്ങ് എഴുതി വിട്ട്. ഇപ്പൊ രാജ്യസഭ MP ഇരുത്തിയിരിക്കുക. പിന്നെ ഇപ്പൊ കഴിഞ്ഞ നമ്മളെ സർക്കാരാണ് ഇഷ്ടംപോലെ ആളുകൾക്ക് എന്തൊരു ഭാരതരത്ന, പള്ളി പൊളിച്ചതിന് അദ്വാനിക്ക് ഭാരതരത്ന, അതിന് കൂട്ടുന്ന നരസിംഹറാവുവിന് ഭാരതരത്ന, എല്ലാവർക്കും കൊടുത്തില്ലയോ? ഇപ്പൊ രാഷ്ട്രപതാവിനെ വെടിവെച്ച് കൊന്നയാള് അയാള് ദൈവമാണെന്ന് പറഞ്ഞത്. ഭാരതരത്ന ഉള്ളതല്ലേ 5 ഭാരതരത്ന. ഈ 5 ഭാരതരത്ന കൊടുത്തപ്പോഴേ ഈ മോഡിജിക്ക് അറിയത്തില്ലയോ നമ്മളെ രാജ്യത്ത് 2013 ലോക സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് മലാല യൂസുഫ്സായിയോടൊപ്പം പങ്കിട്ട ഒരു ഇന്ത്യക്കാരൻ കൈലാസ് സത്യാർത്ഥി, പാവപ്പെട്ട നിർധനനായ തെരുവിൽ കിടക്കുന്ന കുട്ടികളെ എടുത്തുകൊണ്ടെന്ന് അവരെ പരിപാലിച്ച് അവരെ പഠിപ്പിച്ചു, അവളെ വളർത്തി വലുതാക്കി വിടുന്ന ഒരു മഹാമനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഭാരതരത്ന ഇല്ല. കേരളത്തിൽ കൊടുത്തല്ലോ. സ്ത്രീകൾ വെള്ളം ഒഴിച്ചാൽ ചെടി കരിഞ്ഞു പോകുമെന്ന് കണ്ടുപിടിച്ച ചേച്ചിക്ക് ഭാരതരത്ന കൊടുത്തില്ലേ? ഭാരതരത്ന 5 ഭാരതരത്ന ഇല്ല പിടിച്ചോ. 1ാമത്തെ ഭാരതരത്ന, അടുത്ത 2ാമത്തെ ഭാരതരത്ന. കൈലാസ് സത്യാർത്ഥി അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ? അറിയാവത്തില്ല. എനിക്ക് അത്ര കേട്ടിട്ടുണ്ട്, പക്ഷെ അത്ര നന്നായിട്ട് അറിയാം. എന്റെ മനസ്സിനകത്തുണ്ട്. 2013 മലാല യൂസുഫ്സായി പാകിസ്ഥാനിൽ ജനിച്ച പെൺകുട്ടി ജനാധിപത്യത്തിന് വേണ്ടി സമരം ചെയ്തോണ്ട് അവളെ വെടിവെച്ചു, തലയ്ക്ക് വെടിയേറ്റു. ലണ്ടനിൽ പോയി. ഇപ്പൊ ലണ്ടനിലെ സിറ്റിസൺ ആണ് അവര്. ഇപ്പൊ ആ കുട്ടി വലുതായി. അതിനും ഈ കൈലാസ് സത്യാർത്ഥിക്കും കൂടാണ് സമാധാനത്തിനുള്ള 2013 നൊബേൽ സമ്മാനം കൊടുത്ത് ലോകം ആദരിച്ചത്. ഈ കൈലാസ് സത്യാർത്ഥി ഏതാണ് ശ്രീമാൻ മോഡിക്ക് അറിയത്തില്ല. അല്ല, അത് സത്യാർത്ഥിയെ അപമാനിക്കാനിരിക്കാനായിരിക്കും. കാരണം മോദിജിയുടെ ഒരു അവാർഡ് മേടിക്കാൻ പുള്ളി വരുമോ? എനിക്ക് തോന്നുന്നില്ല. 5 പേർക്ക് നിരത്തി കൊടുത്തേക്കുന്നത്. ഞാൻ എല്ലാ വർഷവും വരുന്നുണ്ടെന്ന് നോക്കടാ. കൈലാസ് സത്യാർത്ഥിയുടെ പേരുണ്ടോ? ഇല്ല. കൈലാസ് സത്യാർത്ഥിയുടെ പേരുണ്ടോ? ഇല്ല. ഇങ്ങനൊരാളുണ്ട് കൈലാസ് സത്യാർത്ഥി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഈ സമൂഹത്തിൽ മിക്കവാറും ഒരു 25% ആളുകൾക്ക് ഈ പേരറിയാവും. എനിക്കറിയാം. കാരണം അയാൾ തെരുവിൽ കിടക്കുന്ന അനാഥ കുട്ടികളെ പണ്ട് നമ്മളെ മദർ തെരേസ ചെയ്തതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ. അയാളെ ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ ഏതാണ്ട് വേറെ എല്ലാരും നടക്കുക എന്തോന്നിനാ? പത്മശ്രീക്കും പത്മഭൂഷണനും എല്ലാം ഇങ്ങോട്ട് വേണ്ടവരൊക്കെ ഇങ്ങോട്ട് പോരെ. പലരും ഈച്ച പറ്റി കൂടുന്ന കണക്ക് നിൽക്കുക മോഡിജിയുടെ അടുത്ത്. പത്മഭൂഷൺ, പത്മശ്രീ, കൈലാസ് സത്യാർത്ഥിയെ ഒരു നേരമെങ്കിലും ഓർക്കണം. നീതി ഇവിടെ ആർക്കും കിട്ടുന്നില്ല ചേട്ടാ. ഇപ്പൊ ഈടെ നമ്മൾ കേട്ടില്ലേ, ജഡ്ജിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ജഡ്ജിയുടെ ഭാര്യ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു, അനീഷ.
ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ് ആത്മഹത്യതിനകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ട്. അവര് തങ്ങളിൽ എതിർപ്പായിരുന്നു. ഏ ഒരാള് അവര് ഈ രണ്ട് വ്യത്യസ്ത ജാതിക്കാരായിരുന്നു, പ്രേമിച്ച് കല്യാണമായിരുന്നു. അവര് തങ്ങളിൽ പിന്നെ അകൽച്ച ഉണ്ടായിരുന്നു. പിന്നെ കേസും വഴക്കും ഒക്കെ ആയിട്ട് അവര് ഒന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും മറ്റേ ആള് ജഡ്ജിയും. ഈ ജഡ്ജി പിന്നെ ഈ പറയുന്ന കണക്ക് അയാൾ ഒരു ദോഷമൊന്നും ചെയ്തിട്ടില്ല അവർക്ക് എന്നാണ് എന്റെ അറിവ്. ജഡ്ജി ചെയ്തു. ഒരാളുണ്ട് അതിന്റെ കൂടെ, നമ്മളെ ഈ കിളിമാനൂരുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, ശ്യാംലാലോ അയാളെ പേര്, ശ്യാംലാൽ എന്ന് കണ്ടാന്ന് തോന്നുന്നു. അയാൾ കിളിമാനൂരുള്ളയാ. അയാളെ കൂടെ ഇതിനകത്ത് കുരുക്കി കളഞ്ഞു. അല്ല അവര് ജാമ്യം കൊടുത്ത് ഇത് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് അവരെ ഇട്ട് വളയ്ക്കുക കാര്യം. അവന്മാർ രണ്ടുപേരും കോൺഗ്രസ്സുകാരന്മാരാ ഉള്ളതായി പറഞ്ഞത്. 127 പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ലിസ്റ്റ് വന്നതിനകത്ത് 2 കോൺഗ്രസ്സുകാരെ ഉള്ളായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ 2 പേരാ. അത് ഇവൻ ഈ കിളിമാനൂക്കാരൻ ചെറുക്കൻ ആ മലയാളത്തിലുള്ളയാ. അവന് 2ാം റാങ്കാ. അവൻ ആറ്റിക്ക കോടതിയിലെ വക്കീലായിരുന്നു, 2ാം റാങ്ക്. ഇതെല്ലാം ഇത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ജാതകം പറയാൻ മനസ്സിലായേ. അതുകൊണ്ട് അവന്മാരെ ഇങ്ങനെ ഇട്ട് പൂജിക്കുക. ഇത്തിരി ആളുകൂടെ കുരുവും ഇന്നലെ കണ്ട് ജാമ്യം കൊടുത്തെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ പറയത്തൊക്കെ ഒന്നും കാര്യമൊന്നുമില്ല. അവര് ജോലി ചെയ്തത് പരവൂർ കോടതിയിലാണ് ആത്മഹത്യ ചെയ്തത്. നമ്മളെ ഈ ലായുടെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിനടുത്ത് ജോലി ഈ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അവർക്ക് നിയമനം കൊടുത്തുകൂടാ. ഇത് അവര് നെടുങ്ങോലത്താ വീട്. നെടുങ്ങോലത്തുനിന്ന് ബസ്സിൽ കയറി അവിടെ ഇറങ്ങും, വീട്ടിൽ വന്ന് ചോറിട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. അവിടെ നടന്നുകൊണ്ടിരുന്ന ഇതാ പരവൂർ. മനസ്സിലായേ. ഇത് നമ്മളെ ഈ കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്വന്തക്കാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ചെയ്തു കൊടുത്തത്. മതി കൊണ്ടുപോ.